ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പിടിയാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇത് വാട്ടിയെടുക്കണം. ഈ വാട്ടിയ മാവ് അല്പം ഒന്ന് തണുത്തതിന് ശേഷം നന്നായി കുഴച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ബോളുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഈ ഉരുട്ടെടുത്ത് പിടികൾ നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 കപ്പ് രണ്ടാം പാൽ ഈ പാത്രത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൊണ്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഒരു 2-3 അല്ലി ചെറിയ ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ ഉരുട്ടിയെടുത്തിരിക്കുന്ന പിടികൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയുടെ 1/4 പാലാണ്. അതിലോട്ട് ഒരു 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിടി പാകത്തിനൊന്ന് കുറുകി വരുന്നുണ്ട്. ഒരല്പം ലൂസായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഇരിക്കും തോറും കുറുകി വരും. വേണമെങ്കിൽ നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ താളിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഇറച്ചിക്കറിയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടേസ്റ്റി ക്യൂൻസ്. താങ്ക് യു.